Hi everybody, welcome to my channel Biju George TV Tips. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ടി വിയുടെ ഫോൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന അവർ രണ്ട് മൾട്ടിമീറ്ററാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്ന് ഫിനറിസിൻ്റെ ഓസിലോസ്കോപ്പാണ്, ഇത് മൾട്ടിമീറ്റർ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലൈറ്റ് കണ്ടില്ലേ, റെഡ് കളറ്. ഇപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈയിലാണുള്ളത്. ഈ ലൈറ്റ് റെഡ് കളർ ആയതുകൊണ്ട് സ്റ്റാൻഡ് ബൈയിൽ. അതേ സെയിം സമയത്ത് തന്നെ മൾട്ടിമീറ്റർ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ടി വി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. മൾട്ടിമീറ്റർ ശ്രദ്ധിക്കുക. ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതെന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. വൈലോग ये मल्टीमीटर में ध्यान रखो. ओके, see here now I am TV starting. ഓക്കെ, സ്റ്റാൻഡ് ബൈ. ലൈറ്റ് പോയിട്ടുണ്ട്. വോൾട്ടേജിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല, സെയിം വോൾട്ടേജ് തന്നെ. ഓക്കെ, അപ്പോൾ സാധാരണ ഈ ടി വിയുടെ കംപ്ലയിൻറ്റ് ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ്. ബാക്ക് ലൈറ്റ് മാത്രം കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വോൾട്ടേജ് ഹൈ ആവണം. ഇത് 12 വോൾട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ഏകദേശം 30-40 വോൾട്ട് വരെ സ്വിച്ച് ചെയ്ത് വരണം. പക്ഷേ അത് സ്വിച്ച് ചെയ്തിട്ട് വരുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ ഞാൻ സ്റ്റാൻഡ് ബൈ ആക്കി കാണിക്കുക. ഈ ലൈറ്റ് ശ്രദ്ധിക്കുക, സ്റ്റാൻഡ് ബൈ. ഓക്കെ, റിലീസിങ്, സെയിം വോൾട്ടേജ്. ഇപ്പോൾ ബാക്കിലോട്ടോട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ബാക്ക് ലൈറ്റ്. ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ബാക്ക് ലൈറ്റ് ഡാമേജ് ആവുകയും അതേ സമയത്ത് തന്നെ ഈ പി സി ബിക്കകത്ത് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൾട്ടിമീറ്റർ ഞാനങ്ങ് എടുത്ത് മാറ്റുകയാണ്. ഇനി മൾട്ടിമീറ്റർ എടുത്ത് മാറ്റി. ഇനി അത് നോക്കുന്നില്ല. എന്തായാലും ഒരു വോൾട്ടേജ് ഓസിലേഷൻ വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിവിടെ തന്നെ ഇരിക്കട്ടെ, ഇത് ഫുൾ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഗേറ്റിലേക്ക് ഇത് കണക്ട് ചെയ്ത് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതൊന്ന് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ